ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് വൈകുന്നേരത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് അല്ലിപ്പിടി ആട്ടോ. അല്ലിപ്പിടി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യമായിട്ട് നമുക്ക് മാവ് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളത്തേക്ക് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിപ്പൊടി അതിലിട്ടിട്ട് വാട്ടിയെടുക്കാം. തേങ്ങാപ്പാൽ ആവശ്യമാണ്. തേങ്ങേൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും വേണം. അപ്പോൾ നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഒന്നാം പാൽ എടുക്കണേ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം, ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഒന്നാം പാൽ എടുക്കാം. ഞാനിവിടെ പിഴിഞ്ഞിട്ട് കുറച്ച് മതിട്ടോ, കുറച്ച് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ട രണ്ടാം പാലാണ്. അപ്പൊ രണ്ടാം പാലിന് എത്ര വേണമെങ്കിലും വെള്ളമാക്കാം. അപ്പൊ ഒന്നാം പാലും രണ്ടാം പാലും റെഡിയായി. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, ആ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. നേരത്തെ എന്താ പറയാ, വാട്ടിയെടുത്ത മാവ് കുഴച്ചത്. ഇത്രയും മാവാണ്. അത് അതിൽ കഴുകി കുറച്ച് വെളിച്ചെണ്ണ ഇതിലില്ല, മറ്റേ കുപ്പിയിലെടുക്കാം. കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ എന്താ കുഴച്ചെടുത്തിട്ടുണ്ട് മാവ്. ഈ കുഴച്ചെടുത്ത മാവ് കുഞ്ഞി കുഞ്ഞി ബോളുകളായിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കണം കേട്ടോ. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയാൽ നല്ലതാണ്. ഞാൻ ഏകദേശം ചെറിയ പെട്ടെന്ന് തീരണ്ടേ, അപ്പം അതിന് ഇത്ര എളുപ്പമാക്കിയിട്ടുണ്ട്. മുന്നേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നേറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഒരു പഠിക്കുകയാണ്, അപ്പോൾ വിളിക്കാൻ പറ്റില്ലല്ലോ, കുറേ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്ത് തീരണ്ടേ. അപ്പം ഒറ്റ കുഞ്ഞിയാക്കണില്ല, ഏകദേശം ഈ വലിപ്പത്തിൽ നമുക്കിങ്ങനെ കുറേ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കണേ. അപ്പോൾ നമ്മളിതാ ഇത്രയും ബോളുകളാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഇത്ര വലിപ്പത്തിലൊക്കെയാണ് ബോളാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ സാധാരണ ഇത് ഉണ്ടാക്കുക പഞ്ചസാര ഇടണം. പക്ഷേ നമുക്കിന്നൊരു അബദ്ധം പറ്റി, നമുക്കിന്ന് പഞ്ചസാര ഇല്ല. ഞാൻ കടയിൽ പോയിട്ട് പഞ്ചസാര പറയാൻ മറന്നു. ഇനിയിപ്പോൾ പഞ്ചസാര വാങ്ങാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ എൻ്റെ ഷവറൊക്കെ നടക്കും. അപ്പോൾ എന്ത് ചെയ്യാം, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ശർക്കര ഉരുട്ടിയെടുക്കണം.
അപ്പോൾ നമ്മൾ ഒരച്ച് ശർക്കര ആട്ടോ ഉരുക്കിയെടുക്കണത്. ഒരച്ച് ശർക്കരൻ്റെ ആവശ്യമൊന്നും വരില്ല, എന്നാലും നമുക്ക് ഉരുക്കി വെക്കാം, മധുരത്തിന് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാമല്ലോ. വലിയൊരു അബദ്ധം പറ്റിയതാ. ഞാൻ 4 മണിക്ക് ചായ ഉണ്ടാക്കിയപ്പോൾ വരെ ശ്രദ്ധിച്ചതാണ്, ചായ പഞ്ചസാര തീർന്നു, നാളെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ നോക്കി എന്നുള്ളത് ഓർമ്മല്ല, മറന്നുപോയി. പഞ്ചസാര തീർന്ന കാര്യം തന്നെ മറന്നുപോയി. ഈ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ അടിയാവും. നമുക്ക് ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കാം. ശർക്കരപ്പാനി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. അടുപ്പൊക്കെ നനഞ്ഞു പോയിട്ടോ. ഇനി നമുക്ക് അല്ലിപ്പിടി ഉണ്ടാക്കാനുള്ളൊരു പാത്രം, ഒരു ചെറിയൊരു പാത്രം വെച്ചു കൊടുക്കാം. ഞാൻ ഈ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2-ാം പാലുണ്ടല്ലോ, 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കണത്. 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ, ഇതൊന്ന് നീണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ തേങ്ങാപ്പാൽ തിളച്ചിട്ടുണ്ട് കേട്ടോ, അതാ തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഉരുട്ടി വെച്ച ഉരുളകളുണ്ടല്ലോ, ഇത് കുറേശ്ശായിട്ട് ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഇത് ഉടയാതെ ഇതിങ്ങനെ എല്ലാം ഇതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര കേട്ടോ ശരിക്കും ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട് മാത്രം കേട്ടോ ശർക്കര ഒഴിച്ചു കൊടുക്കണത്. ആദ്യമായിട്ടാട്ടോ ശർക്കരയിൽ ഉണ്ടാക്കണേ, എന്താവുന്നൊന്നും അറിയില്ല. ദൈവമേ, മിന്നിച്ചേക്കണേ. കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട്, വലിയ മധുരം ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ ഒരു മടുപ്പ് വരും. അപ്പോൾ പാകത്തിനുള്ള മധുരമാണ് വേണ്ടത്. അപ്പോൾ നോക്കിയിട്ട് ഇനി ഒഴിക്കാം. ഇതെന്താണെന്നറിയോ, ഇത് കളറില്ലാത്ത മറ്റേ വെള്ള ശർക്കരയാണേ, വെള്ള ശർക്കരേൻ്റെ കേട്ടോ. അതൊന്നും വലിയൊരു കുത്തുണ കളർ ഉണ്ടാവില്ല, അതൊരു ഭാഗ്യമല്ലേ. ഓക്കെ, ഇനി ഇത് അവിടെ തിളച്ച് വേവട്ടെ കേട്ടോ. ഇനി തിള തുടങ്ങി ആ സമയം നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കണം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണേ. ചെറിയ ജീരകം ഇട്ടു. ഇനി അതൊന്ന് തിളച്ച് നല്ലോണം തിളച്ച് വേവട്ടെ. ഇപ്പം അതേ കണ്ടോ, നമ്മളെ അല്ലിപ്പിടി നല്ലോണം തിളച്ച് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഇത്ര ചാറ് മതി കേട്ടോ. ചാറ് കുറുക്കേണ്ടവർക്ക് വേണമെങ്കിൽ കുറുക്കിയെടുക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ചാറ് വേണം, ഇതിൻ്റെ വെള്ളം വേണം. ഈ വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കാനാണ് ഇവിടെ ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ചാറ്, ഇതിൻ്റെ ഈ വെള്ളം വല്ലാതെ വറ്റിച്ചെടുക്കാത്തത്. പക്ഷേ ഇത് നമ്മൾ പഞ്ചസാര ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു സ്മെല്ലാട്ടോ ശർക്കര ഇട്ട് ഉണ്ടാക്കുമ്പോഴേ. ശർക്കരയും തേങ്ങാപ്പാലും ജീരകവും ഒക്കെ ആകുമ്പോൾ ഒരു സ്മെല്ലാണല്ലോ, ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണ്. ശർക്കര ഇട്ടിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം ഇത്ര ഈ ഒരു ഇതിൽ നമ്മൾ എന്താ പറയുക, ഓഫ് ചെയ്യും. ഇത്ര മതി ഞങ്ങൾക്ക് ചാറ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച 1-ാം പാലുണ്ടല്ലോ, തേങ്ങേൻ്റെ കുറുകിയ പാല്, ആ 1-ാം പാലും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഓഫാക്കി വെക്കാം കേട്ടോ. ഇനി നമ്മൾ തിളപ്പിക്കും വേവിക്കൊന്നുമില്ല, ഓഫാക്കി വെക്കും. ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഒന്നും കൂടെ ഒന്ന് സെറ്റാവും കേട്ടോ. ചില ആളുകൾ ഇത് നന്നായിട്ട് കുറുകാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ അരിപ്പൊടിയൊക്കെ കുറുക്കി ഒഴിക്കും. ഞാൻ അവിടെ അരിപ്പൊടിയൊന്നും ഒഴിക്കൂല കേട്ടോ. 1-ാം പാൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. ഇനി ഇത് നമ്മൾ കഴിക്കാനാകുമ്പോഴേക്കും നല്ലോണം കുറുകി സെറ്റാവുകേ ഉണ്ടോ. അപ്പോൾ ഇതാണ് അല്ലിപ്പിടി. ഉണ്ടാക്കാനും സിമ്പിളാണ്, കഴിക്കാൻ നല്ല അടിപൊളിയാട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടാവുകയെ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറാണേ. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം, ശർക്കര ഇഷ്ടമുള്ളവർക്ക് ശർക്കര ഉപയോഗിക്കാം.
ഓക്കെ. അപ്പോൾ നമ്മൾ അല്ലിപ്പിടി കഴിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഇത്രയും കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചാറോട് കൂടി തന്നെ വിളമ്പണം. ഇനി മതി നമ്മൾ പറയാം കേട്ടോ, എത്ര വേണം നോക്കിയിട്ട് പറയണേ. കുറച്ച് മതിയേ, കുറച്ച് ഇതൊക്കെയാണ് ചാറിൻ്റെ ആൾക്കാർ കേട്ടോ. ഞാൻ സ്പൂൺ കൊടുത്ത് ഒന്ന് കഴിച്ചു ടേസ്റ്റ് പഞ്ചസാരയൊക്കെ നല്ലത് ശർക്കരയാണ്, നല്ലത് കഴിച്ചോളൂ. അടിപൊളി.